കയ്യിൽ 2 ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി കുട്ടീസിന് വേണ്ടിയിട്ട് വേറെ ഒരു സ്നാക്സും പുറത്തുനിന്ന് മേടിക്കണ്ട കേട്ടോ. അതാ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അതിനായിട്ട് മീഡിയം സൈസുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്ത് തൊലി കളഞ്ഞ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന്റെ വലുപ്പത്തിൽ നീളത്തിൽ തന്നെ ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുന്ന നേരത്ത് എല്ലാം ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരുള്ളൂ. കണ്ടതാ ഇതേപോലെ. അതിനുശേഷം വെള്ളത്തിൽ 2-3 തവണ കഴുകി നമ്മുടെ ഉരുളക്കിഴങ്ങിന്റെ കറയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കളഞ്ഞ് ശരിക്കും വെള്ളം മാറ്റാനായിട്ട് വെക്കാം കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് പോയ ഉരുളക്കിഴങ്ങ് ദാ ഇതേപോലെ ഇഡ്ഡലി പാത്രത്തിൽ ഒരു 30 സെക്കൻഡ് 1/2 മിനിറ്റ് മാത്രം ഒന്നിങ്ങടെ ആവി കയറ്റിയെടുക്കുക കേട്ടോ. ഇഡ്ഡലി തട്ടില് നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒന്ന് പറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സമയമൊന്നും വേണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകും. ദാ ഇതേപോലെ ജസ്റ്റ് 30 സെക്കൻഡ് നന്നായിട്ടൊന്നും കൂടി ചൂട് കയറി വന്നാൽ മാത്രം മതിയാവും. അതിനുശേഷം പുറത്തെടുത്ത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ദാ ചൂടായ ഓയിലിലേക്കിട്ട് 2 പ്രാവശ്യം ഡബിൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ ഇപ്പൊ പകുതി വേവായി വന്നിട്ടുണ്ട്. അതെടുത്ത് മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം വീണ്ടും അതേ ഓയിലിലേക്ക് തന്നെ ഒന്നും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് പുറംഭാഗം നന്നായിട്ട് മുരിഞ്ഞും അതേപോലെ തന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് അടിപൊളിയായിട്ട് തന്നെ വരുള്ളൂ. കണ്ടതാ കളറൊക്കെ ഒന്ന് മാറിയിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടോട് കൂടിയാണ്ട് കഴിച്ചാറുണ്ടല്ലോ ഏതൊരു സ്നാക്സിനേക്കാളും സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അപ്പൊ ഇതേപോലെ സിമ്പിൾ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കി കുട്ടീസിനൊക്കെ കൊടുക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അറിയിക്കാം കേട്ടോ.